കൂടുതൽ വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയും ചേരുകയാണ്. പ്രദീപ് പിള്ള, നേരിയ സംഘർഷം ഉടലെടുക്കുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ. നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവിടെ? രോഹിണി, സമീപകാലത്തൊന്നും കാണാൻ ഇല്ലാത്ത വിധമുള്ള ജനസഞ്ചയമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. MG റോഡ് നിറഞ്ഞു കവിഞ്ഞെത്തിയ പ്രകടനം വലതുവശം ഇപ്പോൾ സമര ഗേറ്റിലേക്ക് അതിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. നേരിയ തോതിൽ വരും ജലപീരങ്കി പ്രയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന്റെ സാങ്കേതിക തകരാറ് എന്തെങ്കിലും ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് പോലീസ് തലപ്പത്താർക്ക് ഇന്ന് തോന്നിച്ചു. ഒരു റൗണ്ട് ജലപീരങ്കി ഒന്ന് ജലം തീറ്റിയ ശേഷം അവിടെ നിൽക്കുന്ന കാഴ്ചയാണ്. തുടർന്ന് പ്രവർത്തകർ കൂടി വിളിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാനായി. സംഘർഷഭരിതരം തന്നെയാണ്. ശരി പ്രദീപ്, തുടരുക. പ്രദീപിലേക്ക് എത്താം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയ്ക്കെതിരെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച്. സെക്രട്ടേറിയറ്റ് നടയിൽ എത്തിച്ചേർന്ന യുവമോർച്ച പ്രവർത്തകർ പോലീസ് വച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിച്ചപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പ്രദീപ് പിള്ളയിലേക്ക് വീണ്ടും. പ്രദീപ്, ആയിരക്കണക്കിന് യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. അവർ സെക്രട്ടേറിയറ്റ് നടക്കൽ എത്തിയപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തുടർന്നായിരിക്കും ഔദ്യോഗികമായി മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. നിലവിൽ പ്രതിഷേധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? രോഹിണി പറഞ്ഞതുപോലെ തന്നെയാണ് അഭൂതപൂർവമായ ഒരു ജനസഞ്ചയമാണ് ഇവിടെ കണ്ടത്. ആയിരക്കണക്കിന് യുവമോർച്ച പ്രവർത്തകരാണ് കൊടികളുമേന്തി MG റോഡിലൂടെ പ്രകടനമായി എത്തിയത്. റോഡ് നിറഞ്ഞു കവിഞ്ഞെത്തിയ പ്രവർത്തകർ ഒരു റൗണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടി പോയി ഒരു റൗണ്ട് വലം വെച്ച് സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന AG's ഓഫീസിന് സമീപത്തെ ഗേറ്റിൽ എത്തി. തുടർന്ന് ബാരിക്കേഡുകൾ ഉന്തിയിടാൻ ഒരു ശ്രമമുണ്ടായി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. നേരിയ തോതിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഒന്ന് ബലപ്രയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതുണ്ടായില്ല. പക്ഷെ അതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കാനുള്ളൊരു തുടക്കം കണ്ടു. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് ഉന്തിയിടാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇരമ്പിയാർക്കുകയാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം നിറഞ്ഞു കവിഞ്ഞാണ് പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം. വരുൺ എന്ന് പറയുന്ന ആ വാഹനത്തിൽ നിന്ന് ജലപീരങ്കി പ്രയോഗിക്കാൻ ഒരു ശ്രമം നടത്തി. ജലപീരങ്കി പ്രയോഗിച്ച് തുടങ്ങുകയും തുടർന്ന് ആ വെള്ളം ചീറ്റുന്ന നിലയ്ക്കുകയുമാണ് ഉണ്ടായത്. സാങ്കേതിക തകരാറാണോ അതോ വളരെ നേരത്തെ ആയിപ്പോയി ജലപീരങ്കി പ്രയോഗം എന്ന് പോലീസ് തലപ്പത്തെ ആർക്കെങ്കിലും തോന്നിയത് കൊണ്ടാണോ എന്നത് വ്യക്തമല്ല. ജലപീരങ്കി പ്രയോഗിക്കാൻ ശ്രമിച്ച് ജലം ചീറ്റി നിൽക്കുന്ന കാഴ്ച കണ്ട് പ്രവർത്തകർ ആകെ കൂകി വിളിക്കുന്ന കാഴ്ചയും ഇവിടെ കണ്ടു. ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് കവാടത്തിൽ നിന്ന് തുടർച്ചയായി മുദ്രാവാക്യം വിളിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം എന്ത് വിഷയത്തെ ചൊല്ലിയാണ് ഈ പ്രതിഷേധം ഇരമ്പുന്നത് എന്നുള്ളത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച തന്നെയാണ് വിഷയം. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ സ്വർണ്ണ കവർച്ചയ്ക്കെതിരെയാണ് പ്രതിഷേധം ഇരമ്പുന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് കൈ കഴുകാനുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ശ്രമങ്ങൾ പാഴായി പോകുന്ന കാഴ്ച കണ്ടു. ദേവസ്വം ബോർഡിന്റെ തന്നെ വിജിലൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ തൽക്കാലം പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. അതനുസരിച്ചാണെങ്കിൽ 2019 ബോർഡിലെ ഒരാൾക്ക് പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. CPM-ന്റെ ഉന്നത നേതൃത്വം ഇടപെട്ടും ചർച്ച ചെയ്തും നിയോഗിച്ച പ്രസിഡന്റ് ആയിരുന്നു A. പത്മകുമാർ അടക്കമുള്ളവർ. ശരി പ്രദീപ് പിള്ള.